ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ഈ ജാങ്കോ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വളരെ ബിൽഡ് ഫാസ്റ്റ് റെസ്പോൺസീവ് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ, അതായത് കോഡ് വളരെ കുറച്ച് കോഡിൽ തന്നെ നമ്മുടെ മൊബൈൽ ഫ്രണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിൻ്റെ സൈസിനനുസരിച്ച്, അതായത് ചെറിയ ഡിവൈസിൽ എടുക്കുകയാണെങ്കിൽ ആ ഡിവൈസിൻ്റെ അനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ വെബ്സൈറ്റ് ചെറുതാവും. വലിയ ഡിവൈസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റ് ആ ഡിവൈസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവും. അത്തരത്തിലുള്ള വെബ്സൈറ്റിനാണ് നമ്മൾ റെസ്പോൺസീവ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ബൂട്ട്സ്ട്രാപ്പ്. അപ്പോൾ എങ്ങനെ ഈ ബൂട്ട്സ്ട്രാപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ജാങ്കോയിൽ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. ബൂട്ട്സ്ട്രാപ്പിൽ കുറേ എക്സാമ്പിൾ അല്ലെങ്കിൽ കുറേ മോഡലുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഡോക്യുമെൻറ്റിൽ പോയാൽ നമുക്കതിൻ്റെ പല മോഡൽസുകളും പല രൂപത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. നമുക്ക് ഏതെങ്കിലും കമ്പോണൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ മോഡലിലെ കമ്പോണൻസുകളൊക്കെ നമുക്കിവിടെ എക്സാമ്പിൾസുകളൊക്കെ കാണിച്ചു തരും. അപ്പോൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കോഡുകൾ മതി. നിങ്ങൾക്കിത് ഓരോന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ പോയിട്ട് നിങ്ങൾക്കിത് ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് പല കാര്യങ്ങളും നമുക്കിതിൽ എങ്ങനെയാണ് ചെയ്യണത് അതിൻ്റെ കോഡും ഇവിടെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് എങ്ങനെ നമുക്ക് ഈ ബൂട്ട്സ്ട്രാപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് എങ്ങനെ നമ്മുടെ ജാങ്കോ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തു. ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വെർച്വൽ എൻവയോൺമെൻറ്റ് ഒന്ന് ആക്റ്റീവ് ആക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്റ്റീവ് ആക്കി ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ പ്രൊജക്റ്റിൽ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാക്കേജുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ കഴിയുക. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊജക്റ്റിലേക്ക് പോവാം. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ പേര് ഡെമോ എന്നാണ്. അതിലേക്ക് പോയി നമുക്കിത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കാം. പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് py സ്പേസ് റൺ സെർവർ വെച്ചിട്ട് റൺ ചെയ്യിപ്പിക്കാം. ഇതൊന്ന് റൺ ചെയ്യിക്കുമ്പോൾ എന്താണ് ആൻസർ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നുമില്ല, ജസ്റ്റ് ഒരു വെൽക്കം ടു സൂമിക്സ് ഇൻഫോ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇവിടെ വന്ന് ബൂട്ട്സ്ട്രാപ്പ് ആഡ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഒരു പാക്കേജസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വരണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് പിപ്പ് പൈത്തൺ ഇൻസ്റ്റാൾ പാക്കേജ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. എന്നിട്ട് ഇവിടെ വന്ന് ഇൻസ്റ്റാൾ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ജാങ്കോ എന്ന് ചേർക്കുക, ഒരു ചെറിയൊരു ഡാഷ് ഇടുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് ബൂട്ട് സ്ട്രാപ്പ് എന്ന് എഴുതാം. ബൂട്ട്സ്ട്രാപ്പ് എന്ന് എഴുതുക. അതിനുശേഷം അതിൻ്റെ വേർഷൻ ഏതാണോ അത് നമുക്കിവിടെ ചേർക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ വേർഷൻ 5 ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്, V5 എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, എൻ്റർ അടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആവുന്ന വരെ ഒന്ന് നമുക്കിവിടെ കാത്തു നിൽക്കാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളെ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് കണക്ഷന് പ്രോപ്പറായിട്ടും ഫാസ്റ്റ് ആണെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യൂ, ഡൗൺലോഡ് ചെയ്ത് വരൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലേക്ക് എന്തായിട്ടുണ്ട്, നമ്മളെ ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യുക, സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം ഇവിടെ വന്ന് നമുക്കിവിടെ വന്ന് ഇൻസ്റ്റാൾഡ് ആപ്പ് ഉണ്ട്. ഈ ഇൻസ്റ്റാൾഡ് ആപ്പിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ബൂട്ട്സ്ട്രാപ്പ് കൂടി ഇതിലേക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ ഒരു സിംഗിൾ കൊട്ടേഷൻ ഇടുക. അതിനുശേഷം ബൂട്ട്സ്ട്രാപ്പ് എന്ന് എഴുതുക, ബൂട്ട്സ്ട്രാപ്പ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വേർഷൻ എത്രയെന്നുള്ളത് കൂടി ചേർക്കുക. വേർഷന് നമ്മളിവിടെ 5 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 5 എന്ന് കൂടി ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊജക്റ്റിലേക്ക് ഇപ്പോൾ എന്തായി, ബൂട്ട്സ്ട്രാപ്പ് നമ്മളെ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിക്കാം എന്ന ഭാഗത്തേക്ക് എത്തി. ഇനി നമുക്ക് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ബൂട്ട്സ്ട്രാപ്പ് എങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഇൻഡെക്സ് എന്നുള്ള പേജ് തന്നെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഹെഡിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം, ചേർത്ത് കൊടുക്കാം. ഇവിടെ വന്ന് ഈ രൂപത്തിൽ ഒരു കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ലോഡ് എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സിംഗിൾ കൊട്ടേഷൻ വേണ്ട, ബൂട്ട്സ്ട്രാപ്പ് എന്ന് ചേർത്ത് കൊടുക്കാം. ബൂട്ട്സ്ട്രാപ്പ് എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ വേർഷൻ എത്രയാണോ അതും ചേർക്കുക. എന്നിട്ട് ഇവിടെ വന്ന് ഇത് വെച്ച് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ബൂട്ട്സ്ട്രാപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഉള്ളിൽ ഈ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു കൂട്ടം
CSS അതേപോലെ ജാവാസ്ക്രിപ്റ്റിൻ്റെയൊക്കെ അടങ്ങിയൊരു ലൈബ്രറിനെയാണ്, ഒരു ഡിസൈനിങ് ലൈബ്രറിനെയാണ് ഈ ബൂസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ പെർസെൻറ്റേജ് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ബൂസ്ട്രാപ്പ് എന്ന് ചേർത്തതിന് ശേഷം ഒരു അണ്ടർസ്കോർ ഇട്ടതിന് ശേഷം CSS എന്ന് ചേർത്ത് കൊടുക്കുക. അതായത് CSS നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ജാവാസ്ക്രിപ്റ്റ് ആഡ് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യത്യാസമൊന്നുമില്ല, ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴെ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ജാവാസ്ക്രിപ്റ്റ് എന്നും കൂടി ചേർത്ത് കൊടുക്കുക. ജാവാസ്ക്രിപ്റ്റ് 3 ചെയ്തതിന് ശേഷം എഗെയിൻ നമ്മളിത് വീണ്ടും സേവ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ മാറ്റം വന്നു എന്നൊന്ന് നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നുകൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, എന്തെങ്കിലും ചേഞ്ചുകളൊക്കെ ഇവിടെ വന്നോ നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്തു, ഇതിലേക്ക് ബൂസ്ട്രാപ്പ് വർക്ക് ആവുന്നുണ്ട്. നേരത്തെ കണ്ടതിനേക്കാൾ ഒന്നുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ഇതിൽ ഫോണിൻ്റെ സ്ട്രക്ചറുകളൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ബൂസ്ട്രാപ്പിൽ പല കൺസെപ്റ്റുകളും ഉണ്ട്. അതിലുള്ളൊരു കൺസെപ്റ്റാണ് കണ്ടെയ്നർ എന്നുള്ള വരുന്നത്. അപ്പോൾ ഡിവ് നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് കണ്ടെയ്നർ എന്ന് ചേർത്ത് കൊടുത്തു. കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തൊരു പാർട്ടിക്കുലർ ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ട്, അതായത് രണ്ട് ഭാഗത്തും മാർജിൻ വരാൻ വേണ്ടിയിട്ടാണ് കണ്ടെയ്നർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് ഈ ഡിവിഷൻ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടെയ്നർ നമുക്കിതിൽ വർക്ക് ചെയ്യുന്നുണ്ടോയെന്നൊന്ന് നോക്കാം. ഞാനിവിടെ വന്ന് കണ്ടെയ്നറിന് ചേർത്തു. അപ്പോൾ നോക്കൂ, ഇത് റൺ ചെയ്യിക്കുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തും നമുക്ക് എന്ത് ചെയ്യേണ്ട ഒരു പർട്ടിക്കുലർ സ്പേസ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്കിതിൽ വരുന്ന ഒരു വേറെ കൺസെപ്റ്റാണ് ബട്ടൺ. നമ്മൾ സാധാരണ ഒരു ബട്ടൺ കൊടുത്തു. ഈ ബട്ടണിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് ഇവിടെ വന്ന് സ്റ്റൈൽ എന്നിട്ടതിന് ശേഷം BTN, എന്നിട്ട് ഇവിടെ വന്ന് BTN ഒരു ഡാഷ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് സക്സസ് വേണ്ട ഡേഞ്ചർ എന്ന് ചേർത്ത് കൊടുക്കുക. ഡേഞ്ചർ എന്ന് റെഡിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ വന്ന് സ്റ്റോപ്പ് എന്ന് ഞാനിവിടെ ചേർത്തു. അപ്പോൾ നോക്കൂ, നമുക്കിവിടെ വന്ന് ഒരു റെഡ് ബട്ടൺ, ഇവിടെ സ്റ്റൈൽ എന്നുള്ളതിന് പകരം നമ്മളിവിടെ വന്ന് ക്ലാസ് എന്നിട്ട് കൊടുക്കുക. ക്ലാസ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് റൺ ചെയ്യിക്കുമ്പോൾ നോക്കൂ, നമുക്ക് റെഡ് ബട്ടൺ വരും. ഇനി നമുക്ക് യെല്ലോ ബട്ടൺ വരണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടൊരു കീ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, യെല്ലോ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാർണിംഗ് എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ വന്നതൊരു യെല്ലോ ബട്ടൺ ആയിട്ട് വരും. ഇനി അതേപോലെ തന്നെ ഇൻഫർമേഷനാണ് വരണമെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ ബട്ടൺ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇൻഫോ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ബൂട്ട്സ്ട്രാപ്പിനെ കുറിച്ച് നിങ്ങൾ അതിൻ്റെ ട്യൂട്ടോറിയൽ എടുത്ത് നോക്കുക, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. സിമ്പിളായിട്ടുള്ള കുറേ മാറ്റേഴ്സാണ് അത് വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ജാങ്കോ പ്രൊജക്റ്റിലേക്ക് ഇതുപോലെ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ബൂട്ട്സ്ട്രാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പ്രൊജക്റ്റ് വളരെ എളുപ്പത്തിൽ മനോഹരമാക്കി കുറഞ്ഞ കോഡ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.